ഗുഡ് മോർണിംഗ്. നമ്മുടെ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആരെങ്കിലും പങ്കെടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യാം. 37 പേരാണല്ലോ. സാധാരണ ഒരു മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 50 കിടക്കാറുണ്ട് കേട്ടോ. ഇന്ന് 37 ആയിട്ടുള്ളൂ. എനിക്കൊന്ന് പല സ്ഥലങ്ങളിലും മഴയാണ്, കറണ്ട് ഉണ്ടാവില്ല. എനിവേ നിങ്ങളുടെ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്തേക്കാം. വളരെ മനോഹരമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള മെഡിറ്റേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ടാവും വിശ്വസിക്കുന്നു. പല ആൾക്കാരും അത് കഴിയുമ്പോൾ വരുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ടായ CEPയുടെ സെക്കൻഡ് പാർട്ടായ അടുത്ത സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഇതിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13 എസെൻഷ്യൽ. SP ബലു സാറിന്റെ വിന്നിംഗ് ടീമിന്റെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള 13 എസെൻഷ്യൽസിനെ കുറിച്ചിട്ട് ഇപ്പൊ ഒരു 2-3 പാർട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 പാർട്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിലെ 4ാമത്തെ പാർട്ട്, അതിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അത് ഞാൻ സ്ലൈഡിന്റെ സഹായത്തോടുകൂടി ഷെയർ ചെയ്യാം. ഒറ്റ സെക്കൻഡ്. തേർട്ടീൻ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ 13 എസെൻഷ്യൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എസെൻഷ്യൽ നമുക്കറിയാലോ, സത്തല്ലേ. ഇവിടെ 13 തരം വൈറ്റമിൻസ് കാണിക്കുന്നത്. 13 തരം വൈറ്റമിൻസ്. ഇതിൽ നമുക്ക് ഏത് വൈറ്റമിൻസ് ആണ് കുറഞ്ഞാലും നമുക്ക് അതിൻ്റെതായ എഫക്റ്റ് വരുന്നുണ്ടാവും. ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും, വൈറ്റമിൻ C കൂടുതൽ വേണ്ടി വരും, അല്ലെങ്കിൽ D വേണ്ടി വരും, E വേണ്ടി വരും. പല പല പ്രശ്നങ്ങളും നമുക്ക് അനുഭവപ്പെടാനുണ്ടാവും. ഈ 13 എസെൻഷ്യലും വളരെ ഇമ്പോർട്ടൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ്സിലും ഈ 13 എസെൻഷ്യലും വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നമുക്കൊരു സക്സസിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ മൂന്ന് ദിവസമായി ചെയ്ത സെഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നോട്ട് ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അത് ആ രീതിയിൽ ഈ 13 എസെൻഷ്യലും ഫോളോ അപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് ഇതിൽ ഈസി ആയിട്ട് വിജയിക്കാൻ സാധിക്കുന്നുണ്ടോ. അതില് 7 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടാവും വിശ്വസിക്കുന്നു. ഇന്നലെ ഓൾറെഡി ഭീമ മാഡം ഒരു 3 ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ 8ാമത്തെ ഭാഗമായ ഫോക്കസ് വർക്കിംഗ് ആണ്. നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് വളരെ അർജന്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഈ ബിസിനസ്സിൽ എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം, ആരുടെ കൂടെ വർക്ക് ചെയ്യണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളുടേതായ എക്സ്പീരിയൻസ് മനസ്സിലാവുന്നുണ്ടോ, ഇത് ഞാനും അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ചാൽ മതി. എൻ്റെ ആദ്യത്തെ 1-2 വർഷം ഞാൻ എവിടെ ഫോക്കസ് ചെയ്തോ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്കും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. നമ്മൾ ആരുടെ കൂടെയാണ് കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഏത് ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ വർക്ക് ചെയ്യുന്ന രീതി നോക്കുക. ഒരു 80-20 റൂൾസ്, പാരിറ്റോസ് ലോ ആണ്. നമ്മൾ 20% ആൾക്കാരായിരിക്കും 80%വും റിസൾട്ട് ക്രിയേഷൻ ചെയ്യുന്നുണ്ടാവുക. നിങ്ങളുടെ ബിസിനസ് തന്നെ നോക്കിയാൽ മതി. ഒരു 100 പേരുള്ള ടീമാണ് നിങ്ങൾക്ക് എങ്കിൽ അതിൽ 20 പേരായിരിക്കും മാക്സിമം ബിസിനസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ക്രിക്കറ്റിൽ നോക്കുവാണെങ്കിൽ, ഫുട്ബോളിൽ നോക്കുവാണെങ്കിൽ, ഫുട്ബോളിൽ ഇപ്പം 11 പേരുള്ള കളിക്കാരാണെങ്കിൽ, ഒരു ടീമിന് 11 പേരുണ്ടെങ്കിൽ അതിൽ 1-2 കളിക്കാരായിരിക്കും അതിൽ ഗോൾസ് അടിക്കുന്നുണ്ടാവില്ല. 1-2 ഒരു 3 കളിക്കാർ, ചിലപ്പോൾ 4 കളിക്കാരായിരിക്കും അതിൽ ഗോൾ അടിക്കുന്നുണ്ടാവില്ല. ക്രിക്കറ്റും അതുപോലെ തന്നെയായിരിക്കും. ഒരു 300 റണ്ണോ അല്ലെങ്കിൽ 400 റണ്ണ് സ്കോർ ചെയ്യുന്ന 300 റണ്ണ് സ്കോർ ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് കളി ആണെങ്കിൽ അതിൽ ചിലപ്പോൾ 1-2 പേര് സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ, 100 റൺ എടുത്തിട്ടുണ്ടോ. ഒരിക്കലും അത് 10 പേരുണ്ടെങ്കിൽ 10 പേര് 30 റൺ എടുത്ത് എല്ലാം എടുക്കുന്നുണ്ടാവും അല്ലെ. ഏതെങ്കിലും 1-2 നല്ല പ്ലേയേഴ്സ് നല്ല റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ ടോട്ടൽ സ്കോറായി മാറുന്നുണ്ടാവും. ഇത് നിങ്ങളുടെ ബിസിനസ്സിലും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾക്ക് 100 പേരുണ്ടെങ്കിൽ അതിൽ 20 പേര്
റിസൾട്ട് കൊണ്ടുവരുന്നുണ്ടാവും. ഇപ്പൊ ഒരു കൺസിസ്റ്റൻസി എടുക്കുവാണെങ്കിൽ തന്നെ 100 PV കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ടീമിലും 100, 200, 300, 500 പേരൊക്കെ ടീം ഉണ്ടാവും നിങ്ങൾക്ക്. അതിൽ ആ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർ 20% ആൾക്കാർ മാത്രമേ കൺസിസ്റ്റൻസി ചെയ്യുന്നുണ്ടാവും. ശരിയാണെന്ന് നോക്കിയാൽ മതി, ശരിയായിരിക്കും. അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിൽ കാണുന്നത് നിങ്ങളുടെ ടീം അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും ഒന്നും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ നിങ്ങളുടെ ആരുടെ കൂടെ വർക്ക് ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ആരാണ് ഇതിൽ നിങ്ങളുടെ നമ്മൾ പല ആൾക്കാരും, ഞാൻ ഈ ബിസിനസ് ആദ്യമൊക്കെ ചെയ്യുന്നത് ഉറങ്ങി കിടക്കുന്ന ആൾക്കാരെ പുറകെ പോയി. മറ്റുള്ളവർ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതങ്ങ് നടന്ന് പോയിക്കോളും. ആ ഉറങ്ങി കിടക്കുന്ന ഒന്നും ചെയ്യാതെ ആൾക്കാരെ പിറകെ പോകാന്നുള്ള ചിന്ത നമുക്ക് വരുത്തുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറേ സമയം വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഇതിന് നമുക്ക് എങ്ങനെ ഒരു SP ബരൽ സാറിന്റെ തന്നെ ഒരു ഇതിലുണ്ട്. നമ്മൾ സിഗ്നൽ കാണിക്കുന്നുണ്ട്, ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും യെല്ലോ ലൈറ്റും. സിഗ്നൽ നമ്മൾ 3 ലൈറ്റ് കാണിക്കുന്നുണ്ട്. അതിന് SP ബരൽ സാർ നൗ, ലേറ്റർ, നവർ കാറ്റഗറി ആയിട്ട് വെക്കാറുണ്ട്. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഗ്രീൻ ലൈറ്റ് പോലെയാണ്, വണ്ടി മൂവ് ചെയ്യാം, പോയിക്കൊണ്ടിരിക്കാൻ. ഗ്രീൻ ലൈറ്റാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നത്. ലേറ്റർ എന്ന് പറഞ്ഞാൽ യെല്ലോ ലൈറ്റാണ്. നമ്മുടെ സിഗ്നലിന്റെ യെല്ലോ ലൈറ്റ് ഉണ്ടല്ലോ, വണ്ടി പോയി സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നത്, അതാണ് യെല്ലോ ലൈറ്റ് വരുന്നുണ്ടോ. നവർ എന്ന് പറഞ്ഞാൽ റെഡ് ലൈറ്റാണ്, ഒന്നും ചെയ്യില്ല എന്നുള്ളത്. ഇപ്പോൾ നൗ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ നമ്മൾ വിളിച്ചാൽ ഫോൺ ചെയ്ത് ഫോൺ എടുക്കുന്നുണ്ടാവും, റെസ്പോണ്ട് ചെയ്ത് സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളുടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ടീം മെമ്പേഴ്സ് ഉണ്ടാവും. നിങ്ങളൊന്ന് വിളിച്ചാൽ സ്പോട്ടിൽ റിപ്ലൈ തരുന്നുണ്ടാവും. ഒരു മീറ്റിംഗ് ഇമ്പോർട്ടൻ്റ് വിളിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിലെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ റെഡി ആയിട്ടുണ്ടാവും. അതാണ് ഗ്രീൻ ലൈറ്റിലെ ആൾക്കാർ. ലേറ്റർ കാറ്റഗറിക്കാരെന്ന് വെച്ചാൽ വിളിച്ചാൽ ഒന്നുകിൽ നോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഓക്കെ മെസ്സേജ് അയക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ആ ഓൺലൈൻ ഇല്ലെങ്കിൽ ഓൺലൈനിൽ വന്ന ഉടനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നവർ കാറ്റഗറിക്കാരാണെങ്കിൽ, റെഡ് ലൈനിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ മെസ്സേജ് കണ്ടാൽ പോലും മൈൻഡ് ആക്കത്തുണ്ടാവില്ല, റിപ്ലൈ ഉണ്ടാവില്ല, ഒരു റെസ്പോണ്ടും ഉണ്ടാവില്ല. അവരവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പക്ഷെ ബിസിനസ് വേണമെന്നാണ്. അല്ല, നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ അനുഭവം ഉണ്ടോ? ഉണ്ടെങ്കിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത്, നിങ്ങൾക്കും ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങളെ മെസ്സേജ് പോലും നോക്കാത്ത, മെസ്സേജ് കണ്ടാൽ പോലും മൈൻഡ് ആക്കാത്ത ആൾക്കാരുണ്ടാവും. എപ്പോഴെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആൾക്കാർ നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങളുടെ ടീമിൽ അങ്ങനത്തെ മെമ്പർ ഉണ്ടാവും. എനിക്കുണ്ട്, എനിക്ക് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട്. അവരുടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് റിപ്ലൈ, അല്ലെങ്കിൽ ഒന്നുമില്ല. സാറേ ചാറ്റ് ബ്ലോക്ക് ആണ്. ഏതാണ്? അല്ല, വോയിസ് കേൾക്കുന്നു. മെസ്സേജ് ബ്ലോക്ക് ആണ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, ഞാനത് മെസ്സേജ് ബ്ലോക്ക് ചെയ്ത് ഇന്നലെ വെച്ചതായിരുന്നു. ഓക്കെ, നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആരുടെ കൂടെ വർക്ക് ചെയ്യണം. ഗ്രീൻ ലൈനിലെ ആൾക്കാരെ കൂടെ ആയിരിക്കും നമ്മൾ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യും. ഇപ്പം നിങ്ങളുടെ ടീമിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്ന ടീമുണ്ടോ, അവരുടെ കൂടെ നമ്മൾ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുക. എപ്പോഴും ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന, എനിക്ക് ആദ്യം പറ്റിയ മിസ്റ്റേക്സ് എന്ന് വെച്ചാൽ, ഏതായാലും അവിടെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നല്ല വോളിയം വരുന്നുണ്ട്, നല്ല PV കയറി വരുന്നുണ്ട്, അതവർ നോക്കിക്കോളാം. ഒന്നും ചെയ്യാതെ, ഒരു താല്പര്യമില്ലാതെ ഐഡിയ എടുത്തിട്ട് ജോയിൻ ചെയ്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടോ, അവരെ പിറകെ പോയി അവരെ താഴെ കുറച്ച് ജോയിനിങ് ആക്കി കൊടുത്ത് അവർക്ക് PV കയറി വരുമ്പോൾ അവർ ഉഷാറായി വരുന്ന ചിന്തിക്കുന്ന ലെവലിലായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ ആരാണോ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത്, ആരാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ കൂടെ അവരെ കൂടുതൽ ഫോക്കസ് ചെയ്ത് അവരുടെ ടീം ഡെവലപ്പ് ആക്കാനും കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലല്ലോ വളരെ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ആരാണോ നിങ്ങളുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ലീഡർമാരുള്ള അവരുടെ കൂടെ പോയി വർക്ക് ചെയ്യാം. മറ്റുള്ളവർ ഒഴിവാക്കാനല്ല, മറ്റുള്ളവരും വേണം. പക്ഷെ ഈ നമ്മൾ ആ ഒരു റിസൾട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ്. ഗ്രീൻ ലൈനിലുള്ള ആൾക്കാർ, അവരെ കൂടെ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ലേറ്റർ കാറ്റഗറി ആൾക്കാരെ കൂടെ ബാക്കി സമയം സ്പെൻഡ് ചെയ്യും. നമ്മൾ ടൈം മാനേജ്മെന്റ് അവിടെ നോക്കണം. കാരണം ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് ആ ടീമിന് കൂടെ ആയിരിക്കും. ബാക്കി ടൈം മാനേജ്മെന്റ് ചെയ്തിട്ട് അവർ ബാക്കിയുള്ള ടൈം അവരോട്, ഇപ്പൊ 100% നമ്മൾ പറയുമ്പോൾ 50% ഈ കൂടുതൽ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ടീമിനോട് കൊടുക്കുക, സ്പെൻഡ് ചെയ്യും.
ബാക്കിയുള്ള 50% അതിന് ഡിവൈഡ് ചെയ്ത് പോവാ. ഈ ലേറ്റ് നെവർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ തീരെ മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം അവർ വന്ന് തീരുമാനം എടുത്താൽ മാത്രമേ നമുക്ക് അവരെ വിജയിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. തീരുമാനം എടുക്കാത്ത ആൾക്കാർ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ചിലപ്പോൾ നമ്മളെ താഴെ ജോയിനിങ് ആക്കി കൊടുക്കാൻ സാധിക്കും. ജോയിനിങ് ആക്കി കൊടുത്തു കഴിഞ്ഞാലും ഇത് ചെറിയ ബിസിനസ് അല്ല. നിങ്ങളിപ്പോൾ ഒരാളുടെ താഴെ ചിലപ്പോൾ നമുക്ക് തോന്നും, സിമ്പതി തോന്നിയിട്ട് അയാൾ കുറച്ച് കഷ്ടപ്പാടുള്ള വ്യക്തിയാണ്, സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണ്, അവരൊന്ന് സഹായിക്കാം, രണ്ട് ജോയിനിങ് ഒക്കെ താഴെ ആക്കി കൊടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അല്ല, ഒന്നോ രണ്ടോ ജോയിനിങ് ആക്കി കൊടുക്കാം. ആ ജോയിനിങ്ങിൽ വന്നിട്ട് താഴെ ജോയിനിങ് ആക്കുന്ന വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും പോലും ഇതേതിനും അതിനകത്ത് വലിയ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല കുറച്ച് കഴിയുമ്പോൾ. കാരണം കമ്പനിയുടെ സിസ്റ്റം അങ്ങനെയാണ്, വർക്ക് ചെയ്യുന്നവർക്കാണ് വരുമാനമുള്ളത്. അപ്പോൾ ആരാണോ വർക്ക് ചെയ്യുന്നത് അവർക്ക് വരുമാനം കിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവരുടെ സ്ട്രക്ചർ ഉണ്ടാവില്ല, അവർക്കൊരു വരുമാനം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ തീരുമാനം എടുത്ത ആൾക്കാരുടെ കൂടെ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 80-20 റൂൾ, പാരറ്റോസ് ലോ ആണ് അദ്ദേഹം പറഞ്ഞ, പെർഫെക്റ്റ് ആണ്. നമ്മൾ ഈ ഒരു റിസൾട്ട് നമുക്ക് വരണമെങ്കിൽ ഈ 20% വർക്ക്, 20% ആൾക്കാരാണ് 80% വർക്കുകളും കൊണ്ടുതരുന്നുണ്ടോ? അത് നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവുണ്ടോ? ഈ ഒരു ചിത്രത്തിൽ അത് കാണാൻ സാധിക്കുന്നുണ്ടോ? 20% ആൾക്കാരും 80% റിസൾട്ട് ചെയ്യുന്നുണ്ടോ? 20% ആൾക്കാരായിരിക്കും നമ്മൾ 80% വോളിയം കൊണ്ടുതരുന്നുണ്ടോ? നമുക്കിപ്പോൾ നമ്മുടെ വോളിയമിന് PV കൊണ്ടുതരുന്നുണ്ടോ? 20% ആൾക്കാരായിരിക്കും. നമ്മുടെ കൺസിസ്റ്റൻസി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന്റെ അടുത്ത പാർട്ട് 3 ക്ലോസിംഗ് ആണ്. 9ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 3 ക്ലോസിംഗ് ആണ്. 3 ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ കാണിച്ചതിന് ശേഷം ക്ലോസിംഗ്, ആ ക്ലോസിംഗ് അല്ല കേട്ടോ. ഈ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. അല്ല, നിങ്ങൾ ചിലപ്പോൾ ബ്രോൺസ് ഡയറക്ടർ ആയിരിക്കും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സിൽവർ ഡയറക്ടർ ആയിരിക്കും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിൻ ലെവൽ നമ്മൾ ടാർഗറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ 2000 PV മിനിമം, അല്ലെങ്കിൽ 2600 ടീം ബിൽഡിംഗ് ബോണസ്, അല്ലെങ്കിൽ ഒരു 3000 PVക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നിങ്ങൾ സിൽവർ ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 1800 PV സൈഡ് വോളിയം, അല്ലെങ്കിൽ 2100 PV ടീം ബിൽഡിംഗ് ബോണസ് കൂടി നമ്മൾ ടാർഗറ്റ് മനസ്സിലുണ്ടോ? അതിനെ നമ്മൾ ഒരു 3 ക്ലോസിംഗ് ആക്കി വെക്കും. എന്ന് വെച്ചാൽ ആദ്യത്തെ 10ാം തീയതിക്കുള്ളിൽ, ഇപ്പൊ നിങ്ങളൊരു 3000 PV ആണ് ടാർഗറ്റ് ചെയ്തെങ്കിൽ ആദ്യത്തെ 10ാം തീയതിക്കുള്ളിൽ അതിൽ 50% PV കയറാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ആണ് അതിന്റെ. കൺസിസ്റ്റൻസി തീരുന്നതിന് 10ാം തീയതി ആകുമ്പോഴേക്കും നമ്മളെ ഇപ്പോൾ ഒരു 3000 PV ടാർഗറ്റ് ചെയ്ത വ്യക്തി 1500 PV എങ്കിലും ഈ 10ാം തീയതിക്കുള്ളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടുള്ള ബിസിനസ്സാണ്. പിന്നെ ബാക്കിയുള്ള ഈ 18ാം തീയതി ഫ്രീ പ്രൊഡക്റ്റ് തീരുന്ന സമയമുണ്ടോ? അല്ല, ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് 18ാം തീയതി വരെ ലഭിക്കുള്ളൂ. ആ ഒരു 18ാം തീയതിക്കുള്ളിൽ ബാക്കിയുള്ള ഒരു 50% കൂടെ വരാൻ വേണ്ടി ശ്രമിക്കുക. 25ാം തീയതി എന്ന ഡേറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ടാർഗറ്റ് ഫിനിഷ് ചെയ്ത് വെക്കണം. പല ആൾക്കാരും പ്രശ്നം എന്താ അറിയാം, നമ്മളൊരു 3000 PV ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. 10ാം തീയതി ആകുമ്പോൾ അതിൻ്റെ ഒന്നും ആയിട്ടുണ്ടാവില്ല. ഒരു 500 PV പോയിട്ട് ഒരു 200 PV പോലും ആയിട്ടുണ്ടാവില്ല. 20ാം തീയതി ആകുമ്പോൾ 500, 600, 700 PV ഉണ്ടാവില്ല. അപ്പോഴേക്കും അവർ മനസ്സിൽ നിന്ന് ആ ബിസിനസ് പോയിട്ടുണ്ടോ, എന്നെ കൂടെ ഈ മാസം സാധിക്കത്തില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതിലെപ്പോഴും നമ്മൾ കൺസിസ്റ്റൻസി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 10ാം തീയതി ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഈ മാസം ടാർഗറ്റ് ചെയ്ത് ഇത്ര PV ആണ്, അതിന്റെ പകുതിയിലധികവും കയറി കഴിഞ്ഞു, ഇനി ഇത്രയേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇപ്പൊ 20ാം തീയതി കണക്കാനാവുമ്പോഴേക്കും 18 ആ ഫ്രീ പ്രൊഡക്റ്റ് മാക്സിമം അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രീ പ്രൊഡക്റ്റിന്റെ ക്ലോസിംഗ് അത് പറഞ്ഞു കഴിഞ്ഞാൽ 18ാം തീയതി ഫ്രീ പ്രൊഡക്റ്റ് തീരും എന്ന് പറഞ്ഞ് നമുക്ക് ടീമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 3/4 ഭാഗത്തോളം ആ 18ാം തീയതിക്കുള്ളിൽ PV അവിടെ വന്നിട്ട് നമ്മൾ ടാർഗറ്റിൽ വന്നിട്ടില്ല. 25ാം തീയതി അല്ലെങ്കിൽ മാക്സിമം കമ്പനിയുടെ പല ഓഫറുകളും 27ാം തീയതി വരെ കിട്ടത്തുള്ളൂ. ആ 27ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ റിലാക്സ് ആയിരിക്കും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ ടീമിലെ പല മെമ്പേഴ്സും 1ാം തീയതി വൈകുന്നേരം ആകുമ്പോൾ പോലും എവിടെ നിന്നെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. 1ാം തീയതി രാത്രി ഷട്ടർ ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ചറപറ പൈസയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. അത് പർച്ചേസ് ചെയ്ത് ലാസ്റ്റ് നിമിഷം പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് അവർ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. അതിനൊരു സുഖം ഉണ്ടാവില്ല. ആ റിസൾട്ടിന് നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ല. ഇവിടെ നിങ്ങൾ ഒരു 27ാം തീയതി നിങ്ങളുടെ ക്ലോസിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്യുക. 27ാം തീയതിയാണ് ഈ മാസത്തെ അവസാന ദിവസം.
27-ാം തീയതിക്ക് അപ്പുറം വേറെ ഇല്ല, അന്ന് ആയിട്ടില്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകും, ആ ക്വാളിഫിക്കേഷൻ നഷ്ടപ്പെട്ടു പോകും എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ 3 ക്ലോസിങ്ങിലൂടെ 10-ാം തീയതി ആകുമ്പോൾ അതിന് 50%, അടുത്ത 18-ാം തീയതി ആകുമ്പോൾ പ്രീ പ്രൊഡക്റ്റ് തീരുന്നതിന് മുന്നേ ബാക്കിയുള്ള 50%, അതിൻ്റെ ഒരു 50%, പിന്നെ കുറച്ച് മാത്രം പെൻഡിങ് വെച്ചിട്ട് ഒരു 27-ാം തീയതി കണക്കിന് വിന്നിംഗ് ടീം 25-നാണ് ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത്, ബാക്കി റിലാക്സ് ടൈമാണ്. റിലാക്സ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ആ ഒരു 25-ാം തീയതി ആകുമ്പോൾ നമ്മളെ ടാർഗറ്റ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ കുറച്ച് മാക്സിമം ചെയ്യാൻ, എത്ര വരുമാനം കൂട്ടാൻ വേണ്ടി നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. അടുത്ത മാസത്തേക്കുള്ള ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും, ജോയിനിങ് നടത്താൻ സാധിക്കുന്നുണ്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 27-ാം തീയതി അല്ലെങ്കിൽ 25-ാം തീയതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ദിവസം ബാക്കിയാണ്. എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കും അത്രയും നമുക്ക് വരുമാനം അവിടെ കൂട്ടിയെടുക്കാൻ സാധിക്കുമല്ലോ. ഇതാണ് ഈ 3 ക്ലോസിംഗ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയാറുണ്ട്, നിങ്ങൾ ഈ മാസം 2600 PV ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 30 ദിവസത്തേക്ക്, 30 ദിവസത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം 80 പോയിന്റ് 80 PVയുടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2600 ചെയ്ത് ഇപ്പൊ 3000 PV പിടിച്ചോ, നല്ലൊരു വരുമാനം വാങ്ങിക്കാനാണ് ബിസിനസ് ചെയ്യുന്നത്. ഒരു 10,000 രൂപയൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? സാധാരണ വീട്ടമ്മമാർക്ക് ഒരു 5000 കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടോ? ഒരു 10,000 രൂപയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുമെങ്കിൽ ബ്രൗൺ സ്റ്റാർട്ടറിന്റെ പിന്ന് അച്ചീവ് ചെയ്യുന്ന സമയത്ത് 30 ദിവസം ഡിവൈഡ് ചെയ്യുന്ന 100 PV കയറിയാൽ മതി ഒരു ദിവസം. എന്തെന്നാൽ എല്ലാ ദിവസവും 100 PV കയറണമെന്നില്ല. ആ 30 ദിവസം ഡിവൈഡ് ചെയ്ത് ചിലപ്പോൾ ഒരു ദിവസം 200-300 PV കയറുന്ന, പിറ്റേ ദിവസം കയറുന്നുണ്ടാവില്ല, അതിൻ്റെ അപ്പുറത്തെ ദിവസം കയറുന്നുണ്ടാവില്ല, അതിൻ്റെ അപ്പുറത്തെ ദിവസം വീണ്ടും 400 PV കയറി വരുന്നുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ആവറേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞു, 10-ാം തീയതി കഴിഞ്ഞു, അല്ലെങ്കിൽ 15-ാം തീയതി കഴിഞ്ഞു, 15 × 100 പിടിക്കുമ്പോൾ 1500 PV കയറി ഇരിക്കണം, മസ്റ്റായി കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഇതുണ്ട്. പല ആൾക്കാർക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും, നമ്മളിപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം എത്ര നോക്കി നടക്കുന്നുണ്ടാവില്ല, അപ്പൊ തന്നെ ഇനി ഈ മാസം നടക്കത്തില്ല, ഇനി അടുത്ത മാസത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കൽ പ്രക്രിയ ഉണ്ടാവും. ഈ മാറ്റിവെക്കൽ പ്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസവും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. ആദ്യമേ മന്ത് ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ ആ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ അപ്ലൈൻ ആരാണോ മെൻറ്റർ ആരാണോ അവരോട് ഇരിക്കുക, സാറേ ഞാൻ ഇന്നതാണ് ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെ പറയണം എനിക്ക് ഈ മാസം ഈ പിൻ ലെവൽ അച്ചീവ് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നും ആയിട്ടുണ്ടാവില്ല, ഒരാൾ പോലും ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല, ഈ ഗ്രൗണ്ട് പിടിക്കണം എന്നെല്ലാം പറഞ്ഞ് നിങ്ങളൊരു എത്തപ്പെടാൻ പറ്റുന്ന ഒരു പിൻ ലെവൽ മനസ്സിൽ കാണാം. ബ്രോൺസ്, സിൽവർ അല്ലെങ്കിൽ ഗോൾഡ്, സ്റ്റാർ, ഏതെങ്കിലും ഒരു പിൻ ലെവൽ മനസ്സിൽ കാണാം. നിങ്ങളുടെ പൊസിഷൻ ആ ഒരു സ്ട്രക്ചർ ഏതേ ഉള്ളൂ അതനുസരിച്ച് പിന്നെ കണ്ടിട്ട് ഫസ്റ്റ് ദിവസം തന്നെ 1-ാം തീയതി കഴിഞ്ഞ രാത്രി ചിലപ്പോൾ നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ആയി, പിന്നെ ഒരു അച്ചീവ്മെന്റ് കഴിഞ്ഞു, നാളെ 2-ാം തീയതി കാത്തിരിക്കണം, 1-ാം തീയതി എങ്ങനെ ഇരിക്കുക, ആ അപ്ലൈൻ്റെ കൂടി നിന്ന് ഇരുന്ന് സംസാരിക്കുക, എനിക്ക് ഈ മാസം എങ്ങനെയെങ്കിലും സിൽവർ പിടിക്കണം, അല്ലെങ്കിൽ ഗോൾഡ് പിടിക്കണം, അല്ലെങ്കിൽ ഒരു LOB വാങ്ങിക്കണം, അതിന് എങ്ങനെ ചെയ്യണം, ആ ഒരു ടാർഗറ്റ് എഴുതി വെക്കും, ബുക്കിൽ എഴുതി വെക്കണം, ഈ മാസം ഇതാ ടാർഗറ്റ്, അത് ഇത്ര ദിവസം കൊണ്ട് ഇന്ന ഡേറ്റ് ആകുമ്പോഴേക്കും ഇത്ര PV ഇന്ന ലെഗിൽ വരണം, ഇന്ന ടീമിൽ വരണം, ഇത്ര PV ഇന്ന ടീമിൽ വരണം, അങ്ങനെ എഴുതി വെച്ച് അത് എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ബുക്കിൽ എഴുതി വെക്കുന്ന സമയത്ത് 10-ാം തീയതി ഇത്ര PV ആണ്, 1500 PV അല്ലെങ്കിൽ 2000 PV, അത് എത്തിയിട്ടില്ലെങ്കിൽ 10-ാം തീയതി ക്ലോസിംഗ് റേറ്റ് ആണ്, അതിനപ്പുറം 15-ന് പോയാൽ നഷ്ടപ്പെട്ടു പോകും. ആ ക്ലോസിങ്ങിനുള്ളിൽ നിങ്ങൾ അന്ന് മന്ത് വർക്ക് ചെയ്യുന്നത് ചെയ്താൽ നമുക്ക് എത്താൻ സാധിക്കും. മന്ത് വർക്ക് 1-ാം തീയതി രാത്രി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന, എൻ്റെ പണ്ടത്തൊക്കെ ഒരു 2 വർഷം മുന്നേ എൻ്റെ ബിസിനസ് എങ്ങനെ അറിയാം, 25-ാം തീയതി ആയാലും ഒന്നും കയറിയിട്ടില്ല, 31-ാം തീയതി 1-ാം തീയതി അന്ന് കയറുന്ന PV ആണ്. ആ 2 ദിവസം PV എനിക്ക് കയറുന്നത് ബാക്കിയുള്ള 29 ദിവസം കയറിയ PVയെക്കാളും കയറിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ 2 വർഷത്തെ ബിസിനസ് അങ്ങനെയാണ്. 29 ദിവസം കയറിയ PV അവസാനത്തെ 2 ദിവസം കയറി. ഇതിൽ പല പഴയ ലീഡേഴ്സിനൊക്കെ അറിയാൻ പറ്റും. 5000 PV 6000 PV ഒക്കെ മണിക്കൂറിനകം കയറുന്ന ബിസിനസ്സായി ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നു. മെയിൽ അയച്ചിട്ട് PV കിട്ടിയില്ല, സമയം കഴിഞ്ഞു, 10:30 ആകുമ്പോൾ നമ്മൾ ദുബായ് 10:30, നാട്ടിൽ 12 മണിയാകുമ്പോൾ സിസ്റ്റം ഹാങ് ആയി, പിന്നെ കയറത്തുണ്ടാവില്ല, പിന്നെ മെയിൽ അയക്കും കമ്പനി 12 മണിക്ക് മുന്നേ മെയിൽ അയച്ചിട്ട് പൈസ കമ്പനിയുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് PV കയറ്റിയിട്ടില്ല. ഇന്ന് അങ്ങനെയൊന്നുമില്ല, ഇന്നിപ്പോൾ നമ്മൾ റിലാക്സ് ആയിട്ടുള്ള ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. കൺസിസ്റ്റൻസി സമയത്ത് തന്നെ ഈ 14-ാം തീയതിക്കുള്ളിൽ തന്നെ എൻ്റെ കഴിഞ്ഞ മാസത്തെ 31-ാം തീയതി 1-ാം തീയതി വന്ന് PV ആയി. കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം അവസാനിച്ച PV 1-ാം തീയതി ആ വന്ന PV ഈ കൺസിസ്റ്റൻസി 14-ാം തീയതിക്കുള്ള ഡേറ്റിൽ നിന്ന് എനിക്ക് വന്നു. ഈ ബാക്കിയുള്ള 16 ദിവസം ബിസിനസ് ഗ്രോത്താണ്. എത്ര PV കയറുന്നുണ്ടോ അതിൻ്റെ ഈ മാസത്തെ ഗ്രോത്ത്, എല്ലാ മാസവും 20% ഗ്രോത്ത് എനിക്ക് ബിസിനസ് ചെയ്യും. നമ്മുടെ എൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ 20% ഗ്രോത്ത് എല്ലാ മാസവും ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക, 1000 PV ആണ് നിങ്ങൾക്ക് കഴിഞ്ഞ മാസം വന്നെങ്കിൽ
20% ഗ്രോത്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 1200 PV ആയിട്ടുണ്ടാവും. 2000 PV വന്ന വ്യക്തിയാണെങ്കിൽ 20% ഗ്രോത്ത് അത്രയും ഗ്രോത്ത് നിങ്ങൾക്ക് കയറിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാനൊരു 30,000 35,000 PV വന്ന വ്യക്തിയാണ്. എന്റെ 20% ഗ്രോത്ത് നിങ്ങൾ ചിന്തിക്കുക, എത്ര PV, അതായത് 50,000 PV ഉള്ള വ്യക്തിയാണ് ഞാനെങ്കിൽ അതിന് 20% എത്രയായിട്ട് ചിന്തിച്ച് നോക്കുക. അത് നിങ്ങളുടെ ഗ്രോത്ത് എല്ലാ മാസവും ഉണ്ടാവണം. പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സ്റ്റാർ ചെയ്താൽ മതി, ആ പേഴ്സണൽ ഗ്രോത്ത് അറിയാൻ സാധിക്കുന്നുണ്ടോ. നമ്മുടെ അപ്ലിക്കേഷനിൽ നമ്മളെ അവിടെ പേരിന്റെ മേലൊരു മഞ്ഞ കളർ സ്റ്റാർ കാണും. അത് ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ മഞ്ഞ കളറായി മാറും. പിന്നെ നിങ്ങൾ സ്റ്റാറിലേക്ക് പോയാൽ മതി. ആ സ്റ്റാർ പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് കാണാൻ സാധിക്കും. നിങ്ങളുടെ ടീം മെമ്പേഴ്സിൽ സീരിയസ് ആയിട്ട് ലീഡേഴ്സിന് സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് അറിയാൻ സാധിക്കുന്നുണ്ട്. താഴോട്ട് പോകാൻ സമ്മതിക്കരുത്. പച്ച കളറിലേക്ക് ഗ്രീൻ ഏറോ മേലോട്ട് ആക്കി വെക്കുക. എത്ര പെർസെൻറ്റേജ് അറിയാൻ സാധിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നിങ്ങളെ കഴിഞ്ഞ മാസം 20-ാം തീയതി എത്ര PV ഉണ്ടായിട്ടുണ്ടോ, ഈ മാസം 20-ാം തീയതി എത്ര PV ഉണ്ട് നോക്കുക. എൻ്റെത് ഇന്നലെ രാത്രി ഞാൻ നോക്കുന്ന സമയത്ത് 29% ഗ്രോത്ത് ആണ്. 14-ാം തീയതി കൺസിസ്റ്റൻസി സമയത്ത് 50% ഗ്രോത്ത് എനിക്കുണ്ടായിരുന്നു. കാരണം 14-ാം തീയതിക്ക് ശേഷം കൺസിസ്റ്റൻസി കഴിഞ്ഞപ്പോൾ ആൾക്കാർ കുറച്ച് PV ഷോർട്ടേജസ് ആയി കുറച്ച് കുറവാണ്. പക്ഷെ 20% ഉണ്ട്. മാസം അവസാനം ആകുമ്പോഴും ആ 20% മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം 1-ാം തീയതി വന്ന PV-യുടെ 20% എക്സ്ട്രാ എനിക്ക് ഈ മാസം ഉണ്ടാവും. ഇതെല്ലാ മാസം 20% ഗ്രോത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ടേൺ ഓവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതനുസരിച്ചുള്ള വരുമാനം 20% കൂടിക്കൊണ്ടിരിക്കുക എല്ലാ മാസം. 20% നമ്മുടെ വരുമാനത്തിലും ഇൻക്രിമെന്റ് എല്ലാ മാസവും വരുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? കഴിഞ്ഞ മാസം ചെക്കിനേക്കാളും 20% നമുക്ക് വരുമാനം കൂട്ടാൻ കഴിയും. ഈ ലെവലിൽ ഫോക്കസ്. ഞാൻ ഈ പറയുന്ന കാര്യം പല ആൾക്കാർക്കും ഒന്നും ക്ലിയർ ആവുന്നുണ്ടാവില്ല, വ്യക്തമാവുന്നുണ്ടാവില്ല. കാരണം പുതുതായി വന്ന ആൾക്കാരുണ്ടാവും, തീരെ ബിസിനസ് റിസൾട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഫോക്കസ് ചെയ്യൂ ഈ പറയുന്ന കാര്യത്തിൽ. ബിസിനസ്സിലേക്ക്, വരുമാനത്തിലേക്ക് ഫോക്കസ് ചെയ്യും, റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്യും. കണ്ടിന്യൂ ആയിട്ടുള്ള മാസീവ് ആക്ഷനിലാണ് നമുക്ക് അത് എത്താൻ സാധിക്കുന്നത്. ഇതിൽ 10-ാമത്തെ പാർട്ടാണ് ഗോ വൺ സ്റ്റെപ്പ് അഹൈഡ്. ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട്. നമ്മൾ SP ബൽ സാർ ഹിന്ദിയിൽ പറഞ്ഞ തോടാസ ജോർ ആവർ, ഒന്നും കൂടി പുഷ് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഇത്രയും PV കയറി 27-ാം തീയതിക്കുള്ളിലായി. ഇനി നമുക്ക് 3 ദിവസം കിടക്കുന്നുണ്ട്. അപ്പൊ പല ആൾക്കാരും പ്രശ്നം, ഇന്ന് എന്റെ ബ്രോൺസ് ഡയറക്ടർ ക്വാളിഫിക്കേഷൻ ആയി, 25-ാം തീയതി തന്നെ ഡയറക്ടർ ലെവലിലായി, പോസ്റ്റൊക്കെ ഗ്രൂപ്പിൽ വന്നു. പിറ്റേ ദിവസം ഒരാൾ നിങ്ങൾ വിളിക്കുക, ടീം സാറേ ഒരാൾക്ക് അത്യാവശ്യം പ്ലാൻ കൊടുക്കണമായിരുന്നു, എന്താ ചെയ്യുക? ഈ മാസം ഇനി പരിപാടി ഇല്ല, ഈ മാസം ടാർഗറ്റ് കഴിഞ്ഞു, ഈ മാസം ഇനി പ്ലാൻ ഇല്ല, അതിന് 5 ദിവസം റെസ്റ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട്. തോടാസ ജോർ ആ ഒന്നും കൂടെ പുഷ് ചെയ്യാം, ഒരു ലെവലും കൂടെ പുഷ് ചെയ്യാം, ഒറ്റ പ്രശ്നങ്ങൾ കൊടുക്കുക. എങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല മാറ്റം, നല്ല റിസൾട്ട് അവിടെ വരുന്നുണ്ടാവും. തോടാസ ഓർ ജോർ, ഹിന്ദിയിൽ അദ്ദേഹം പറയുന്ന വാക്കാണ്. SP സാർ പറഞ്ഞത്. നമ്മൾ ഒന്നും കൂടെ ഒരു പ്ലാൻ കാണിക്കും. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ് നല്ല ഗ്രോത്തിൽ പോകുന്ന സമയത്തായിരിക്കും, നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രോത്ത്, നല്ല ടീമിൽ എല്ലാ പ്ലാൻ കാണിക്കുന്നൊക്കെ ജോയിനിങ് ആകുന്നുണ്ട്. അതായത് നമ്മുടെ ടീമിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലും പറ്റും, പ്ലാനിൽ പല ആൾക്കാർക്കും ജോയിനിങ് നടക്കാത്ത സമയം വന്നിട്ടുണ്ട്. തീരെ ജോയിനിങ് നടക്കുന്നവരാ. അപ്പൊ ആ സമയത്ത് നമ്മൾ 2 വ്യക്തികളെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഒരു എക്സ്ട്രാ പ്ലാൻ കാണിക്കുക. ഇന്ന് നമ്മൾ സൂമിലേക്ക് വരാൻ മടി കാണിക്കുന്ന ആൾക്കാർ കണ്ടിരിക്കും. ഞാൻ എത്ര വിളിച്ച് സൂമിൽ ലിങ്ക് അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക്, നമ്മൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും ഓൺലൈൻ ബിസിനസ് നടക്കണം. നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുക്കുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങൾ കണ്ണൂരിലുള്ള വ്യക്തിയാണെങ്കിൽ ലിങ്ക് അയച്ച വ്യക്തി കോട്ടയത്തുള്ള വ്യക്തി. അദ്ദേഹം ലിങ്ക് അയച്ച് അദ്ദേഹം കയറുന്ന പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ വന്ന് നോക്കുന്നു, അദ്ദേഹം കയറിയിട്ടില്ല, നിങ്ങൾ ലെഫ്റ്റ് ഹാങ് പോവാണ്. പിറ്റേ ദിവസം ഇതിനെ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഓൺലൈൻ നമ്മൾ ചെയ്യുന്ന ആൾക്കാർ, ഈ ഓൺലൈനിൽ നമ്മൾ പ്രസന്റേഷൻ കേൾക്കുന്ന ആൾക്കാർ, ഓൺലൈൻ പ്രസന്റേഷൻ പഠിച്ച വ്യക്തി നമ്മളെല്ലാം, നിങ്ങൾ ഇതേ സമയത്ത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിങ്ങളുടെ വീട്ടിൽ നാട്ടിലുള്ള ആൾക്കാരെ ഫിസിക്കലായിട്ട് പ്ലാൻ കാണിക്കാൻ ശ്രമിക്കണം. നമ്മുടെ ടീമിൽ നിന്ന് പല പുതിയ ലീഡേഴ്സൊക്കെ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്ത വ്യക്തിയൊക്കെ പ്ലാൻ ഇൻഡിവിജ്വലായിട്ട് കാണിച്ച്, അടുത്ത വീട്ടിലൊക്കെ പ്ലാൻ കാണിച്ച് അതിന്റെ ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ ഇടുന്ന കാണുന്നുണ്ടോ നിങ്ങൾ? പല ആൾക്കാർ അവരൊക്കെ വന്നിട്ട് 1.5 മാസമേ ആയിട്ടു ഇത് ഡെയിലി കേട്ട് പഠിച്ച്. നമ്മൾ ഒരാൾക്ക് നെഗറ്റീവ് എന്താ പറഞ്ഞ, എന്ത് ആൻസറാ ഉത്തരം കൊടുക്കുന്നത്, അത് കേട്ട് പഠിച്ച് അത് എഴുതി വെച്ച് 10 ചോദ്യം വന്ന് ആ 10 ഉത്തരം നമ്മൾ എഴുതി വെക്കുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. ഈ പ്രസന്റേഷൻ പഠിച്ച് അവർ രാവിലെ എഴുന്നേക്ക് എഴുതി വെക്കും. 10 പേരെ ഇന്ന് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കാണിക്കും. വീട്ടിന്റെ പുറത്ത് പോയിട്ട് തൊട്ടടുത്തുള്ള 10 വീട്ടിലെ ആൾക്കാർ പേര് എഴുതി വെക്കും. അവിടെ പോയി ഇരുന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്ത് കുറെ ആൾക്കാർ റിജക്ഷൻ, കുറെ ആൾക്കാർ നോ പറയും, പ്രശ്നമില്ല, വീണ്ടും പറയും. എത്ര നോ പറഞ്ഞ് അടുത്ത വീട്ടിൽ കയറി 2 വ്യക്തികൾക്കെങ്കിലും പ്ലാൻ കാണിക്കാതെ വീട്ടിലേക്ക് പോയി 2 ജോയിനിങ്ങും ആക്കാതെ വീട്ടിലേക്ക് കയറില്ലെന്ന് പറഞ്ഞ് പ്ലാൻ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ടീമിൽ ഒരാൾ പോലും
എനിക്ക് തോന്നുന്നു 5% ആൾക്കാർ മാത്രം, 5% ഇല്ലാന്ന് തോന്നുന്നു ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാറില്ല. ഇത്രയും സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട്, ഇത്രയും പ്രസന്റേഷൻ കേട്ടിട്ട്, ഇത്രയും ആൾക്കാരുടെ ഡൗട്ടുകൾ ക്ലിയർ ആക്കി നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എല്ലാ ദിവസവും പ്രസന്റേഷനിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. അവരെ ചോദിക്കുന്ന എല്ലാ ഉത്തരങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് കേട്ട് നിങ്ങൾക്ക് ഒരു അറിവുണ്ടാവും. നമ്മൾ പാട്ട് കേൾക്കും, യേശുദാസിന്റെ പാട്ട് സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ മൂളിപ്പാട്ട് പാടുന്നത്. നമ്മൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ കുളിക്കുമ്പോൾ ഒക്കെ നമ്മൾ ആ പാട്ട് പാടാൻ ബൈഹാർഡായിരിക്കും. ഇത്രയും കേട്ടിട്ട് ബൈഹാർഡായിരിക്കും. അപ്പൊ നമ്മൾ ഈ പ്രസന്റേഷനിൽ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ബൈഹാർഡായിരിക്കും. ആര് ചോദിക്കുന്ന നെഗറ്റീവ് നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വ്യക്തിയെ പ്രസന്റേഷൻ കൊടുക്കുക, വീട്ടിനടുത്തുള്ള വ്യക്തിയെ ഒരു 10-15 പേരുടെ ലിസ്റ്റ് എഴുതി വെക്കുക. അതിനകത്ത് ഒരു ദിവസം ഒരു 5-10 പേർക്ക് പ്ലാൻ കാണിക്കുക. എല്ലാവരും ഈ കാണുന്ന ഇതിലിരിക്കുന്ന എല്ലാ ആൾക്കാരും ചെയ്യേണ്ട കാര്യം, ഇവിടുത്തെ ആളുകളുടെ 72 ആൾക്കാർ, ഈ 72 ആൾക്കാരും ഈ ഓപ്പർച്യൂണിറ്റി ഒന്ന് ഷെയർ ചെയ്ത് നോക്കി. ഒരാൾ നിങ്ങളുടെ എസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി കൂടും. നിങ്ങൾക്ക് ഒരാളും കൂടെ കാണിക്കാൻ തോന്നും. അതും ചിലപ്പോൾ നോ ആയിരിക്കും, കുഴപ്പമില്ല. അടുത്ത ആൾക്കാർ പോകുമ്പോൾ അത് എസ് ആയിരിക്കും, അടുത്ത ആൾക്കാർ നോ ആയിരിക്കും. 10 നോ കേൾക്കുമ്പോൾ ഒരു എസ് കിട്ടും. കുറെ നോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എസ്സിലേക്കുള്ള വഴി അടുത്തടുത്ത് വരിക. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കി ഫിസിക്കലായിട്ട്. ഇതെല്ലാം പ്രത്യേകിച്ച് എനിക്ക് പഴയ സീനിയർ ആയിട്ട് ലീഡേഴ്സിന്റെ കാര്യം ഭയങ്കര സങ്കടം തോന്നുന്നു. അവരൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഉണ്ടാവില്ല. എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിൽ പരിചയത്തിലുണ്ടാവും. നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് കൂടി എന്നറിയോ? വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാരുണ്ട്? 10,000 വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ, 15,000 വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് കാണിച്ചെടുക്കാൻ സാധിക്കും നിങ്ങളുടെ വരുമാനം. 50,000 വരുമാനം വാങ്ങിക്കുന്ന, 25,000 വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം നിങ്ങളുടെ ആ വരുമാനം കാണിച്ചു കൊടുത്താൽ പോലും നിങ്ങൾക്ക് ജോയിനിങ് ആക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പോഴും ഓൺലൈനിലൂടെ സൂം ലിങ്ക് അയച്ചു കൊടുത്ത് കയറുമോ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളെല്ലാം ഒരിക്കലും ഈ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചെറുതായിട്ടും ഒരു 100, 200, 500 വാങ്ങിച്ച ആൾക്കാർക്ക് പോലും നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും, എനിക്ക് കിട്ടിയ വരുമാനം, ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ആയതേ ഉള്ളൂ, എനിക്ക് ഇത്ര വരുമാനം കിട്ടുന്നുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു ദിവസം, എല്ലാ ദിവസവും ഒരു 1-2 ആൾക്കാർക്ക് പ്ലാൻ കാണിക്കുക. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള എവിടെയും ആയിക്കോട്ടെ, ഒരു 2 പ്ലാൻ കാണിക്കുക. വഴിയിൽ വെച്ച് കാണുന്ന, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കാണുന്നതായിരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ബെഞ്ചിൽ ട്രെയിൻ വരാൻ വേണ്ടി 20 മിനിറ്റ് കാത്തിരിക്കും, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി പരിചയപ്പെട്ടിട്ട് അവിടെ പ്ലാൻ കാണിക്കാൻ സാധിക്കും. ചെറുതായിട്ടൊരു ക്ലൂ കൊടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിനടുത്തുള്ള ഒരു എഴുതി വെക്കുക, നാളെ ഞാൻ ഇന്നൊരു ഒരു 5 പേരെ കാണും, ഒരു 2 പ്ലാൻ എക്സ്ട്രാ കാണിക്കും. സൂമിലേക്ക് 2 പേരെ എക്സ്ട്രാ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പൊ നല്ല ബിസിനസ്, നല്ല ഗ്രോത്ത്. ഇത് നമ്മുടെ ടീമിൽ മനോജ് സാറ് രാത്രി ഞങ്ങൾ സംസാരിച്ചു, നല്ല ഗ്രോത്താണ് എൻ്റെ ടീമിൽ, അപാരമായ ഗ്രോത്താണ്. അതും ഒരാൾക്ക് 2 ആൾക്കല്ല, 95% ആൾക്കാർക്കും ഗ്രോത്താണ്. നല്ല ഗ്രോത്ത് ഉണ്ട് പല ആൾക്കാർക്കും. നല്ല പി വിയും ടീം ജോയിനിങ്ങും എല്ലാം നല്ല ജോയിനിങ്ങും. കാരണം വരുന്ന ആൾക്കാരെല്ലാം ജോയിനിങ് തരും. 1-2 ആൾക്കാർ മാത്രമേ ആദ്യമേ ലെഫ്റ്റ് ആയി പോകുന്നുള്ളൂ. അവസാനം വരെ ഇരിക്കുന്നുണ്ട്, അവർ ഐഡിയ എടുക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഐഡിയ എടുത്തതിന് ശേഷം പിന്നെ റെസ്പോണ്ട് ഉണ്ട്, അവർ കുഴപ്പമില്ല. പക്ഷെ നമ്മൾക്ക് നല്ല റിസൾട്ട് ഉള്ള സമയത്ത് ഒരു പ്ലാൻ എക്സ്ട്രാ കാണിക്കാം, അല്ലെങ്കിൽ 2 പ്ലാൻ എക്സ്ട്രാ കാണിക്കാം. ഒരു റിസൾട്ടും ഇല്ല, നമുക്ക് 2 പ്ലാൻ കാണിക്കാം. ഒരാൾ പോലും പ്ലാനിലേക്ക് വരുന്നില്ല, നമ്മൾ വീണ്ടും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 2 ആൾക്കാർ കൂടെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എസ് പി സാർ എപ്പോഴും പറഞ്ഞ കാര്യം, നല്ല എനർജി കൂടി, നല്ല എക്സൈറ്റ്മെന്റ്, നല്ല പി വി കയറുന്ന സമയത്ത് ഒരു 2 പ്ലാൻ എക്സ്ട്രാ കാണിക്കുക. ഒരു പി വിയും കയറുന്നില്ലെങ്കിലും 2 പ്ലാൻ എക്സ്ട്രാ കാണിക്കുക. ആ ഒരു സിസ്റ്റം നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, എത്രത്തോളം നമ്മൾ ഡൗൺ ആയി കിടക്കുന്നു, പ്ലാൻ കാണിച്ചുകൊണ്ടിരിക്കുക. എനർജി കൂടുന്നു, വീണ്ടും പ്ലാൻ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു പ്ലാൻ കാണിക്കുക. നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒറ്റ കാര്യം, പ്ലാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ കുറെ വ്യക്തികൾ സീരിയസ് ആയിട്ട് കണക്ട് ആയി വരുന്നുണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അനിലേട്ടൻ്റെ കാര്യം പറയാം. അനിലേട്ടൻ ഫിസിക്കലായിട്ട് വർക്ക് നിൽക്കുക. അനിലേട്ടൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യം ഉണ്ടായിരിക്കണം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഒരു 2-3 വ്യക്തികളെങ്കിലും നമുക്ക് ജോയിൻ ആക്കാൻ ശ്രമിക്കണം. അതിന് നിങ്ങൾ എല്ലാ ദിവസവും 2 പ്ലാൻ കാണിക്കുക, അല്ലെങ്കിൽ 3 പ്ലാൻ കാണിക്കുക, ഒരു 5 പ്ലാൻ കാണിക്കാതെ വീട്ടിലേക്ക് പോകാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല. 2 വ്യക്തികൾക്കും പ്ലാൻ കാണിച്ചു, നിങ്ങളൊക്കെ കാണിച്ചെടുത്താൽ ഉറപ്പായി ജോയിൻ ചെയ്യും. ഒരു വ്യക്തികൾ നമുക്കവിടെ ജോയിൻ ആയി കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഒന്നുകൂടെ അവർ ഫോളോ അപ്പിന്റെ ഭാഗമായി അവരൊക്കെ വീണ്ടും പോവുക. അവരുടെ ലിസ്റ്റ് ഒരാൾക്ക്, ഇപ്പം ഇന്നലെ വിനോദ് സാർക്ക് ഗ്രൂപ്പിൽ ഫോട്ടോ കണ്ടിട്ടും, ഹരിയേട്ടൻ്റെ കൂടെ പോയി പ്ലാൻ കാണിക്കാൻ, ഹരിയേട്ടൻ്റെ കൂടെ പ്ലാൻ കാണിച്ച് ജോയിൻ ചെയ്ത വ്യക്തിൻ്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി അവരുടെ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെടുത്ത് അവരുടെ 3 ജോയിനിങ് നടത്തി. ഇനി ആ 3 ജോയിനിങ് നടത്തിയ വ്യക്തിയെ സൂമിലേക്ക് കണക്ട് ആക്കിക്കൊണ്ട് അവരുടെ ലിസ്റ്റിൽ നിന്ന് ആൾക്കാരെടുത്ത് അവിടെ പോയി പ്ലാൻ കാണിക്കും. നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ ആ ജോയിൻ ആയ വ്യക്തിയുടെ വീട്ടിൽ ഒന്നും കൂടെ പോവുക, അവിടെ ഇരിക്കുക, അവരെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ ലിസ്റ്റിൽ നിന്ന്
ഒരു തൊട്ടടുത്തുള്ള വീട്ടിൽ ഒന്ന് രണ്ട് ആൾക്കാർ അവർ കാണാൻ പറ്റും, അവരുടെ ടീമുണ്ടാക്കി കൊടുക്കുക, സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സണൽ ചിലപ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ ആൾക്കാർ നിങ്ങൾ പരിചയക്കാർ ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവിടെ ഒന്ന് രണ്ട് ജോയിനിങ് നിങ്ങൾക്ക് നടന്നിട്ടുണ്ടാവും. നിങ്ങളുടെ 3 ടീമായി വന്നിട്ടുണ്ടാവും. ആ 3 ടീമിലും ഇപ്പം ഒരാളുടെ വീട്ടിൽ പോയി അയാളുടെ ലിസ്റ്റ് നടക്കാനെടുത്ത് അയാളോട് പറയാം, ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് ഇന്നൊരാൾ കാണിക്കാം, ഒരാളുടെ പ്ലാൻ കാണിക്കണം, അവരുടെ കൂടെ പോയി കാണിക്കാം. അവരുടെ ലിസ്റ്റ് ഏകദേശം കഴിഞ്ഞവിടെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം, അപ്പോഴേക്കും നിങ്ങൾ ലിസ്റ്റ് എഴുതി വെച്ചോ, മറ്റേ ആളുടെ വീട്ടിലേക്ക് പോകും. അങ്ങനെ നിങ്ങൾ ഓരോ വ്യക്തി നിങ്ങൾ ഒന്ന് രണ്ട് ആൾക്കാർ ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് രണ്ട് വ്യക്തികളുടെ ലിസ്റ്റ് ആൾക്കാരെടുത്ത് അവരെ കൂടെ പോയി വർക്ക് ചെയ്യും. ഫിസിക്കൽ വർക്കും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ഓൺലൈനാണ് പ്ലാറ്റ്ഫോം ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾ ഫിസിക്കലും കൂടെ ഫോക്കസ് ചെയ്യാം. കാരണം എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് നിങ്ങളുടെ നാട്ടിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ സൂമിലൂടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിൽ സൂമിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറവാണ്, ചെലവ് കുറവാണ്, എങ്കിലും നമുക്കത് ഫിസിക്കൽ വർക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. ഫിസിക്കൽ വർക്ക് റിസൾട്ട് ഭയങ്കരമാണ്. നമ്മൾ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പോകണ്ട, 100 PV ചെയ്യണമെന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ അവരെ എന്തെങ്കിലും സാധനം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യും, അവിടെ വെച്ച് നമുക്ക് ഒരു സോപ്പും പേസ്റ്റും കൊടുത്ത് അവർ ഐഡി ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പ് തമ്മിൽ പരിചയം ഉണ്ടാവും, അവിടെ ഒരു ഐഡി ക്രിയേഷൻ ചെയ്യുന്നു, അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള സോപ്പും പേസ്റ്റ് അവർക്ക് കൊടുക്കുന്നു. ആ സോപ്പും പേസ്റ്റിന്റെ PV അവിടെ വെച്ച് അവർക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വിളിച്ച് പറയാം, ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക, ഒരു സോപ്പും പേസ്റ്റും ബില്ലടിക്കുക, അവരുടെ ആപ്ലിക്കേഷൻ PV കാണുമ്പോൾ അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആണ്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഒരു പേസ്റ്റും സോപ്പും ഉപയോഗിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ അവിടെ പോവാം. പിന്നെ അടുത്ത അവർ വീട്ടിലേക്ക് ഈ സാധനത്തിന്റെ ലിസ്റ്റ് സെറ്റ് ആക്കി വീട്ടിലേക്ക് ആവശ്യമുള്ള പാത്രം കഴിക്കുന്ന തുണി കഴിക്കുന്ന സാധനത്തിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുക, കയ്യിൽ കാറ്റലോഗ് ഉണ്ട് അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അയച്ചു കൊടുക്കുക, PDF അയച്ചു കൊടുക്കുക. അവരെ അടുത്ത കൺസിസ്റ്റൻസി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും ബിസിനസ്സിലുണ്ടാവും. നമ്മൾ ആദ്യം തന്നെ ഒരു 100 PV ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വ്യക്തി, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അറിയാത്ത ഒരു വ്യക്തി, അവർ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വരില്ല. എന്നാലും വിന്നിംഗ് ടീമിൽ എല്ലാ ലീഡേഴ്സും 100 PV 300 PV സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം കിട്ടിയ ആൾക്കാർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുള്ള ചിന്തിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. മാക്സിമം ഒരു പേസ്റ്റും സോപ്പും വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല, അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ല. അല്ലെങ്കിൽ 1500 പർച്ചേസ് കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഫ്രീ ആക്കി എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഒരു 1500 എത്തിക്കും. 2100 മേലൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് പർച്ചേസിങ് ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്, അത് പറഞ്ഞ അവസാനം 2100 എത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ആ രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് അവർ കുറച്ച് പൈസ ഒക്കെ കുഴപ്പമില്ല കുറച്ച് സാധനം വേണം എന്ന് പറയുന്ന സമയത്ത് ഓൺലൈൻ വഴിയായി ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഓൺലൈൻ വഴിയായി ചെയ്യുന്നെങ്കിൽ അവരുടെ 1500 രൂപയ്ക്ക് ചെയ്ത ഫസ്റ്റ് പർച്ചേസിങ് കൊറിയർ ചാർജ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർ കുഴപ്പമില്ലാഞ്ഞ് കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് 1500 ചിലപ്പോൾ 1700 1800 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു 2100 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടും. ഇപ്രാവശ്യം ആമിലാണ് ഫ്രീ, പുതിയ ന്യൂ ജോയിനേഴ്സിനുള്ള എപ്പോൾ ചെയ്താലും അവസാനം വരെ പർച്ചേസ് ചെയ്താലും ആമില ഫ്രീ കിട്ടും. അവരോട് പറയും, ഇപ്പം നിങ്ങൾ ഓൾറെഡി 1900 രൂപയായിട്ടുണ്ട്, ഒരു 300 രൂപയുടെ സാധനം കൂടെ എന്തെങ്കിലും എക്സ്ട്രാ വേണോ, അതുകൊണ്ട് വാങ്ങി നിങ്ങൾക്ക് ഒരു 175 രൂപയുടെ ആമില ഫ്രീ കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ അത് 2100 മേലെയാക്കാൻ സാധിക്കും. അത്രയും PV അവിടെ കയറി വരുന്നുണ്ടാവും. കാരണം ആ വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് ബെനിഫിറ്റ് ഉണ്ടായി കൊടുക്കുകയാണ്. അദ്ദേഹം 1400 ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊറിയർ ചാർജ് 65 രൂപ പോകും, ഫ്രീ പ്രൊഡക്റ്റ് ഇല്ല. അദ്ദേഹത്തിനോട് 100 രൂപ പറഞ്ഞ് 100 കൂടെ എക്സ്ട്രാ ആക്കി ഒരു സോപ്പും പേസ്റ്റും എക്സ്ട്രാ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കൊറിയർ ചാർജ് വേണ്ടെന്ന് പറയാം. അപ്പോൾ അവരതിൽ എക്സൈറ്റ് അത് ചെയ്യുന്നുണ്ടാവും. ഇനി ചിലപ്പോൾ അവർ 2-3 ഐറ്റംസ് ആഡ് ആക്കി ചെയ്യുന്ന 1700 1800 ഒക്കെ 2100 ആയി കഴിഞ്ഞാൽ ആംല ഫ്രീ ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് അവർക്ക്. അപ്പോൾ നമ്മുടെ PV അവിടെ, അവരുടെയും PV നമ്മളുടെ PV അവിടെ കയറി വരുന്നു. ഈ ഒരു ബിസിനസ് മെന്റാലിറ്റിയോടുകൂടി നമ്മളത് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ഒരു സ്റ്റെപ്പ് എപ്പോഴും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒരു പ്ലാൻ എക്സ്ട്രാ കാണിക്കാൻ ശ്രമിക്കുക, 2 പ്ലാൻ എക്സ്ട്രാ കാണിക്കാൻ ശ്രമിക്കുക. അത് എല്ലാ ദിവസവും ഒരു പ്ലാൻ, ഗോ 1 സ്റ്റെപ്പ് അഹെഡ്, ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും അവിടെ ഇന്ന ദിവസം ഇനിയിപ്പോൾ ഒരാൾ വിളിച്ച് പറയാണ്, സാർ ഇപ്പോൾ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ വിളിക്കുമ്പോൾ വിനോദ് സാറൊക്കെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്കി ആൾക്കാർ നമ്മുടെ ടീമിൽ ഫിസിക്കൽ വർക്ക് ഇല്ല, അപൂർവമായിട്ട് 1-2 ആൾക്കാർ. ഇപ്പം സാജിദ ദാവൂദൊക്കെ ബിസിനസ് വന്നിട്ട് 1.5 മാസമായിട്ട് അവരെല്ലാ ദിവസവും ഇപ്പൊ ഹസ്ബൻഡുമായിട്ട് ഇറങ്ങിപ്പോയി അവർക്ക് പ്ലാൻ കാണിച്ചുകൊണ്ടിരിക്കും. ഡെയിലി 1-2 ആൾക്കാർക്ക് പ്ലാൻ കാണിക്കും, ജോയിനിങ്ങുമാണ്. അവർ ബിസിനസ് വന്നിട്ട് 1.5 മാസമായിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇവിടെ എത്ര സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ ഒരാൾ പോലും ശ്രമിക്കുന്നില്ല. നിങ്ങൾ ഇതിൽ ലക്ഷങ്ങൾ വരുമാനം ലക്ഷ്യമാക്കി വന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ 100% അത് കമ്മിറ്റഡായി വർക്ക് ചെയ്യുക. ഒരു ഞാൻ പല ലീഡേഴ്സും ശ്രദ്ധിക്കാറുണ്ട്, അവർ നിങ്ങൾക്ക് ഈ അത്രയ്ക്കും എക്സ്പീരിയൻസ് ഉണ്ട്, ഇതിൻ്റെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വരുമാനം വാങ്ങിക്കുന്ന വ്യക്തി ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ രാത്രി എഴുതി വെക്കുക, നാളെ ഒരു 2 വ്യക്തികൾക്കെങ്കിലും ഞാൻ പ്ലാൻ കാണിച്ചിട്ട് മാത്രമേ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ റെഡിയായി നിൽക്കണം. സ്ത്രീകളായാലും പുരുഷന്മാരായി കഴിഞ്ഞാലും
നിങ്ങളുടെ വീട്ടു ജോലി പെട്ടെന്ന് തീർക്കാൻ ഒരു 2-3 മണിക്കൂർ അതിനോട് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾ അത് ഇറങ്ങുക. 2 വ്യക്തികളെങ്കിലും ജോയിനിങ് ആക്കിയാലേ വീട്ടിൽ കയറും എന്നുള്ള ആ ഒരു വാശി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളത് പോയി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും, പ്ലാൻ കാണിക്കാൻ സാധിക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ ഓൾറെഡി ബിസിനസ് വിജയിച്ച വ്യക്തികളാണ്, വരുമാനം വാങ്ങിച്ച വ്യക്തികളാണ്. ഇനി പുതിയ വ്യക്തി ഇപ്പം സാജിദ ദാവൂദ് 1.5 മാസം കൊണ്ട് ഫിസിക്കൽ വർക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണിക്കാൻ വരുമാനം ചെറിയ 400 രൂപ 500 രൂപ വരുമാനമേ ഉള്ളൂ, 500-600 രൂപയുടെ വരുമാനം അവർക്കുള്ളൂ. ആ കാണിച്ചാൽ പോലും എന്തെങ്കിലും എനിക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങളോട് ജോയിൻ ചെയ്യാം. ഞാനിത് 1.5 മാസമായി ബിസിനസ് ജോയിൻ ചെയ്തിട്ട് വാങ്ങിക്കുന്ന സമയത്ത് എനിക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയത് ഇപ്പം 600 രൂപ വരുമാനമായി എന്ന് പറഞ്ഞ് കാണിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന വ്യക്തി 8% വ്യക്തിക്ക് ആ വരുമാനം നമുക്ക് വരുന്നുണ്ടോ? ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും വരുന്നുണ്ടാവില്ല. നമ്മൾ താഴെയുള്ള വ്യക്തി മാത്രം പർച്ചേസ് ചെയ്യുമെങ്കിൽ അവർക്കേ വരുമാനം കിട്ടും, നമുക്ക് കിട്ടത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ കൺസിസ്റ്റൻസി ജോയിൻ ചെയ്ത എല്ലാ ആൾക്കാരും ബിസിനസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയിലേക്ക് വരും. 100 PV വരാൻ ശ്രമിക്കാം. അത് പരിശ്രമിച്ചേ പറ്റും. 100 PV ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മുടെ കൺസിസ്റ്റൻസി നമ്മൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, നമ്മളോടൊപ്പം 2-3 വ്യക്തികളുണ്ടെങ്കിൽ അവരും കൺസിസ്റ്റൻസി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ PV എത്രയായി? നിങ്ങൾക്ക് വരുമാനം ഉറപ്പായിട്ട് വരും. നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കും, നിങ്ങൾ കൂടെ വന്ന വ്യക്തി ഒന്നും ചെയ്യാതിരിക്കും, നമുക്ക് വരുമാനം വരത്തില്ല. നമുക്ക് ഒരാൾ പോയി പ്ലാൻ കാണിക്കാൻ സാധിക്കത്തില്ല. അവർ നിങ്ങൾക്കൊന്നും കിട്ടിയാൽ ഞാൻ വരാൻ പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ബിസിനസ്സിൽ നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വെസ്റ്റേജിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ 100 PV കൺസിസ്റ്റൻസിക്ക് വരാൻ ശ്രമിക്കുക. 100 PV നിങ്ങളും നിങ്ങളുടെ കൂടെ വന്ന വ്യക്തിയും 100 PV കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് എല്ലാ മാസം 10-ാം തീയതി ചെറിയ വരുമാനം ഉണ്ടാവും, ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഇത് കാണിച്ചാൽ നമുക്ക് നേരെ അടുത്ത് പോയി കാണിക്കാൻ പറ്റും. ഞാൻ ഈ ബിസിനസ് എനിക്ക് കുറച്ച് ദിവസമേ ആയുള്ളൂ, എനിക്ക് ഇത്ര വരുമാനം വരാൻ തുടങ്ങി. ഒരു 1000 രൂപ കിട്ടി, അല്ലെങ്കിൽ 700 കിട്ടി, 500 കിട്ടി കഴിഞ്ഞാലും സാധാരണ ലെവലിൽ നിങ്ങൾ അടുത്തുള്ള വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് ഹാപ്പി ആയിരിക്കും. സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്നൊരു 500-1000 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവരും ഇതിലേക്ക് ബിസിനസ് കാണിച്ചാൽ നിങ്ങളെ വരുമാനം കൂടും, അവർക്കും വരുമാനമായ കാര്യം. നാളെ അവരുടെ കൂടെ പോയി ഒരു പ്ലാൻ കാണിക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്തൂടെ? ഇങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം ഇത്രയും സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് എല്ലാ മീറ്റിങ്ങുകളും നിങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഇതിൽ പല ആൾക്കാർക്കും എന്താണ് നമ്മൾ പറയുന്നത്, ഇത്രയും നിങ്ങൾ കേട്ട് പഠിച്ച വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ശ്രമിക്കാത്തത്? എത്ര നമ്മുടെ നാട്ടിൽ CEO നടക്കുന്നുണ്ട്, അവിടെ എത്തിക്കാൻ ശ്രമിക്കുക ആൾക്കാരെ. കണ്ടിന്യൂ ആയിട്ട് ആക്ഷൻ ചെയ്യുക. നമ്മൾ വെസ്റ്റേജിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പാസീവായിട്ടുള്ള ആക്ഷൻ. നല്ല ടീമിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല, പാസീവായിട്ട് ആക്ഷൻ വേണം. നമ്മുടെ ടീമിൽ കുറേ ആൾക്കാർ നല്ല രീതിയിൽ വിജയിക്കുന്നില്ല, അത് കണ്ടിന്യൂ ആക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ്. ആക്ഷൻ ഇതിൽ ഇമ്പോർട്ടൻറ്റ്. മോട്ടിവേഷൻ മാത്രം കിട്ടിക്കൊണ്ട് കാര്യമില്ല. മീറ്റിങ്ങിൽ കയറുന്നു, ഷാജി സാർ പറഞ്ഞ് ഭയങ്കര മോട്ടിവേഷൻ ആവുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മോട്ടിവേഷൻ കൊണ്ട് എന്ത് പ്രയോജനം? ഈ മോട്ടിവേഷനും ആക്ടിവേഷനാക്കി മാറ്റണ്ടേ? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എവിടെയെങ്കിലും വിന്നിംഗ് ടീമിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, അവിടെ പോയി ടൂൾസ് വാങ്ങിക്കുക. അല്ലെങ്കിൽ തൃശ്ശൂർ ഷോപ്പിൽ ടൂൾസ് ഉണ്ട്, ടൂൾസ് വാങ്ങിക്കുക. ഡെമോ കിറ്റ് ഉണ്ടാക്കി വെക്കുക. നമ്മളെ വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റും മറ്റുള്ള മാർക്കറ്റിൽ കിട്ടുന്ന കോൾഗേറ്റും അങ്ങനെ 1-2 ഡെമോ വിനോദ് സാർ ചെയ്ത ഡെമോൺസ്ട്രേഷൻ നമ്മുടെ വീഡിയോ ഉണ്ട്, യൂട്യൂബുണ്ട്. അത് കണ്ട് ഒരു 3-4 പ്രൊഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ പഠിക്കുക. ഡെമോ കിറ്റ് ഉണ്ടാക്കി വെക്കുക, ഒരു ബാഗിൽ ഡെമോ കിറ്റ് ആക്കി വെക്കുക. എല്ലാ ദിവസവും 1-2 മണിക്കൂർ അതിനോട് മാറ്റി വെക്കുക. ഇപ്പം ജോലിക്ക് പോകുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ജോലിക്ക് പോകുന്നതിന് സാധിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ ജോലിക്ക് പോയി വന്നതിന് ശേഷം രാത്രിയാകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും, പകൽ ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവില്ല. രാത്രിയാകുമ്പോൾ ഒരു 2 വീട്ടിലേക്ക് പോവുക. ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഹസ്ബൻഡിനെ വിളിക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അവരെയും വിളിച്ചിട്ട് പോവുക. ആദ്യമൊന്നും ചിലപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഹസ്ബൻഡ് വൈഫും എല്ലാവരും സ്നേഹമുള്ള ആൾക്കാർ തന്നെയാണ്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടാവും. ഒരു വരുമാനം വാങ്ങിച്ച് നിങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവരെ സപ്പോർട്ട് വരുള്ളൂ. നിങ്ങളിതിൽ 3 മാസം 6 മാസമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, വീട്ടിലെ പണിയെടുക്കുന്ന സമയത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, വരുമാനമൊന്നും ഇല്ലെങ്കിൽ അവർ നെഗറ്റീവ് ആയിരിക്കും. എത്ര കാലമായി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, ഒരു മാറ്റമില്ല എന്ന് പറയും. ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സമയത്താണ് ചെയ്യുന്നത് ആ സമയത്ത് കുറച്ച് സ്മാർട്ടായി വർക്ക് ചെയ്ത് സ്പീഡായി വർക്ക് ചെയ്ത് ഒരു വരുമാനം കാണിക്കൂ. അപ്പോൾ വരുമാനം കിട്ടുന്ന സമയത്ത് അവർ കൂടെ, ഇപ്പൊ ഭീമ മാഡത്തിന്റെ വരുമാനം 50,000 കടന്നപ്പോൾ ഹസ്ബൻഡ് കട്ട സപ്പോർട്ടാണ്. ഹസ്ബൻഡ് ലീവ് ഉള്ളവർക്ക് അവർ ലീവ് കിട്ടി അന്ന് തന്നെ ഫിസിക്കലായിട്ട് പ്ലാൻ കാണിക്കാൻ പോവാണ്. ആ ലെവലിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറണം. നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ബിസിനസ് വലിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. വിനോദ് സാർ ഫിസിക്കൽ വർക്കിന് വ്യക്തി, അദ്ദേഹത്തിന് ഒരു 3 ഓർഗനൈസേഷൻ ഓരോ വ്യക്തി ഓരോ ദിവസം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്ലാൻ കാണിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഫിസിക്കൽ സ്വന്തമായിട്ട് പ്ലാൻ കാണിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവണം, എൻ്റെതായ ഇൻഡിവിജ്വൽ പ്ലാൻ നടക്കണം, എൻ്റെയും പ്ലാൻ കാണിക്കണം. ഇന്ന് വേറെ ആർക്കും പ്ലാൻ ഇല്ല, എൻ്റെ സെപ്പറേറ്റ് പ്ലാൻ. എൻ്റെ ഒരാളെ ലിസ്റ്റിൽ ആൾക്കാരെ കണ്ടെത്തി അവിടെ പോയി കാണിക്കണം. ഇതിൽ നിങ്ങൾ എല്ലാവരും ഇപ്പം
ഇതിൽ ഓരോ അൻസാർ ഭായി ചെയ്യേണ്ടത് ഡെയിലി പ്ലാൻ കാണിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ഇറങ്ങണം. വണ്ടി ഓടിക്കാൻ പോകുന്ന വ്യക്തിയാണ്, തിരിച്ച് നേരത്തെ വേഗം വരുവാണെങ്കിൽ, ഒരു ദിവസം പണി കുറവാണെങ്കിൽ കുറച്ച് നേരത്തെ വന്നിട്ട് 2 മണിക്കൂർ അതിനോട് മാറ്റി വെക്കാം. നമ്മളെ വരുമാനത്തെ ബാധിക്കാത്ത രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ രാവിലെ പണിയെടുക്കുന്ന അത്രയും പൈസ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ 2 മണിക്കൂർ ഡെയിലി മാറ്റി വെക്കണമെങ്കിൽ. അല്ല ചിലപ്പോൾ നമുക്ക് വയ്യാതെ തോന്നി പണിക്ക് പോയിട്ട് അന്ന് വണ്ടി എടുത്തിട്ടില്ലെങ്കിൽ ആ ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ ഫിസിക്കൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഓൺലൈൻ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ പല ആൾക്കാരും ഈ 2 മണിന്റെ പ്ലാനിലും 5 മണിന്റെ പ്ലാനിലും കയറിയിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് അഥവാ സൂമിലേക്ക് ആരും ഇല്ല എങ്കിൽ ആ സമയം നിങ്ങൾ സ്ഥിരമായിട്ട് പ്ലാൻ കേട്ട് പഠിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ആ 1 മണിക്കൂർ സൂമിൽ ഇരിക്കാതെ ഒരു പ്ലാൻ പുറത്ത് പോയി കാണിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലേക്ക് പോവുക, അവിടെ പോയിരുന്ന സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. മനസ്സിലാവുന്നല്ലോ? നിങ്ങളുടെ 2 മണിന്റെ പ്ലാൻ നമ്മളിവിടെ വന്ന് ഇതിനൊക്കെ സ്ഥിരമായിട്ട് കേട്ടിട്ട് പ്രയോജനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. പ്രയോജനം വെറുതെ ഇരുന്ന് ഒരു സന്തോഷം സുഖത്തിന് വേണ്ടിയിരിക്കാതെ നിങ്ങൾക്ക് ഒരാൾക്ക് പ്ലാൻ കാണിക്കണം, അദ്ദേഹം സൂമിലേക്ക് വരുന്നില്ല, അത്ര പറഞ്ഞ് കയറുന്നില്ല. കാരണം അവർക്ക് ഇതിന് അത്ര വാല്യൂ ഇല്ല. നിങ്ങൾക്ക് മാത്രമേ ഇതിന് വാല്യൂ അറിയുള്ളൂ. കാരണം നിങ്ങളാണ് ഈ പ്ലാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളാണ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളാണ് വിജയിച്ച ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കണ്ടിട്ടില്ല. അവർ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ള പല കമ്പനികളും പരാജയപ്പെട്ട ആൾക്കാരാണ്. പല കമ്പനികളും സാധനം ബൾക്കായി വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത ആളുകൾ കണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഈ ബിസിനസ് എല്ലാം മോശമായി കാണുന്ന ആൾക്കാരാണ്. അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു കൊണ്ട് ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ അവർക്ക് ചെറിയൊരു ക്ലൂ കിട്ടും. അങ്ങനെ നിരന്തരം നിങ്ങൾ ഓരോ വീടുകളിൽ പോയി കേൾക്കാൻ ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വെച്ചാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ പ്ലാൻ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പരിശ്രമിക്കും, വിജയിക്കാൻ സാധിക്കും. അവിടെ ഇവർ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത, പുതുതായി ജോയിൻ ചെയ്ത് ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്ത ആൾക്കാർ ചെയ്യണമെന്നില്ല. ഇപ്പൊ ചെയ്യേണ്ട, നിങ്ങൾ കണ്ടിന്യൂ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ബിസിനസ് പഠിക്കുക. നാട്ടിൽ ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ട്, അത് കേട്ട് പഠിക്കുക. ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് കുറച്ചെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള, അറ്റ്ലീസ്റ്റ് ഒരു മാസത്തെ എക്സ്പീരിയൻസ്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്താൽ മതി. അല്ലാതെ ആൾക്കാർ നിങ്ങൾ കണ്ടിന്യൂ പ്ലാൻ കേട്ട് പിടിക്കുക. ഒരു വർഷമായ ആൾക്കാർ ഇപ്പോഴും സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്ലാനിങ് പോലും കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ഇത് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. കാരണം ഇത്രയും സൂം മീറ്റിംഗ് അറ്റൻഡ്, നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇരിക്കുന്നത്, എന്തിനാ കേൾക്കുന്നത്, എന്താ പ്രയോജനം, വരുമാനം വരെ കിട്ടുന്നുണ്ടോ? അന്നേരം നിങ്ങളെ മനസ്സിലുണ്ടോ, ഇല്ലല്ലോ, എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിലുള്ള ചിന്ത നിങ്ങൾക്ക് തോന്നണം, കുറ്റബോധം വരണം. എന്നെങ്കിൽ മാത്രമേ ഈ ബിസിനസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ തീരുമാനം എടുത്ത വ്യക്തികൾ നിങ്ങൾ എല്ലാവരും, വെസ്റ്റീജിൽ വിശ്വാസമുള്ള ആൾക്കാർ നിങ്ങൾ എല്ലാവരും, എനിക്കറിയാം. കാരണം നമുക്കൊന്നും ഇത് നഷ്ടപ്പെട്ടില്ല. കമ്പനി പെർഫെക്റ്റ് ആയി 10-ാം തീയതി പൈസ തരുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉൽപ്പന്നം തരുന്നുണ്ട്, ഒരുപാട് ഓഫറുകൾ നമുക്ക് തരുന്നുണ്ട്, എല്ലാം കൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ ആകെയുള്ള ഒരു ചലഞ്ചസ് എന്താണ്? നമുക്കൊരു ടീം ഡെവലപ്പ് ആക്കാൻ പറ്റുന്ന ഒരു ചലഞ്ചസ്. അത് എല്ലാവർക്കും ഒന്നും ഇല്ല, കുറച്ച് ആൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ഉണ്ട്, ബാക്കി എല്ലാവർക്കും ടീമുണ്ട്. ബാക്കി എല്ലാവരും വിജയിച്ച് ബാക്കി എല്ലാവരും ആൾക്കാരെ ജോയിൻ ആക്കുന്ന പ്രൂവ് ചെയ്തതാണെങ്കിൽ എന്റെ മിസ്റ്റേക്സ് എന്താണ്, എനിക്ക് മാത്രം ഇത് പറ്റാതെ, എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ടാവില്ലേ? അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കും. നമ്മൾ പരാജിതനായി മാറിയിരിക്കാതിരിക്കുക. അവർക്കൊക്കെ സാധിക്കുമ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. എന്തായിരിക്കും എൻ്റെ മിസ്റ്റേക്സ്, അതും ശ്രദ്ധിക്കുക. അതിനോട് എല്ലാവരും ശ്രമിക്കണം. ഞാൻ ഇന്ന് ചെയ്ത ഈ 13 സെഷന്റെ 3 ഭാഗം വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതായിട്ട് ഞാൻ കേട്ട ആ കാര്യങ്ങളും മുന്നേ കേട്ട അത് മനസ്സിലാക്കിയതും ഞാൻ ഇത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പം ചിലപ്പോൾ 13 സെഷൻ നിങ്ങൾ മറ്റുള്ള ലീഡർമാർ ചെയ്ത കാര്യത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് കൂടി ചേർത്തിട്ടാണ്. സെഷൻ ഞാൻ ചെയ്യുന്ന സെഷൻ എൻ്റെ സെഷനായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന സെഷൻ നിങ്ങളുടെ സെഷനായി മാറണം. ആ ലെവലിലേക്ക് നമ്മൾ ബിസിനസ്സിലേക്ക് വരാൻ ശ്രമിക്കുക. ഓരോ കാര്യം മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഇതിൽ ലീഡേഴ്സിനെ ക്രിയേഷൻ ചെയ്യാൻ ശ്രമിക്കുക. കുറേ ജോയിനിങ്ങും കുറേ പി വിയും കയറിയിട്ട് മാത്രം കാര്യമില്ല. ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം, താഴോട്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം. നിങ്ങളെ കൂടെ ഒരു വ്യക്തി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ കഴിവിനെ MCA ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണോ അന്വേഷിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരെ ഇതിൽ MC ചെയ്യാൻ റോൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അവർ പ്രസന്റേഷൻ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അവരിത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് ബിസിനസ് ലിവറേജ് വരത്തുള്ളൂ. നമ്മൾ മാത്രം ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ബിസിനസ് സ്ഥിരമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ കൂടെ വന്ന വ്യക്തിയെ മീറ്റിങ്ങിൽ പങ്കെടുപ്പിച്ചും ഈ രാവിലത്തെ CEP-യിലും മറ്റുള്ള എല്ലാ മീറ്റിങ്ങിലും അവരുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ എഴുതി വെക്കണം, എൻ്റെ ടീമിൽ എത്ര ആൾക്കാർ ഈ മീറ്റിങ്ങിലുണ്ട്. നിങ്ങളുടെ വാശി കൂടണം. ആ വ്യക്തിയെക്കാളും ടീമിൽ ആൾക്കാരെ കൂടുതൽ എൻ്റെ ടീമിലുണ്ടാവണം. നമുക്കിന്ന് 2 സൂം ലിങ്ക് ഉണ്ട്, 100 പേരുടെ 300 പേരുടെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ഒരു ദിവസം ഫിക്സ് ചെയ്യുക, എൻ്റെ ടീമിൽ ആൾക്കാരെല്ലാം ഒന്ന് എനിക്ക് ഇരുത്തണം. ആ 100 പേരുടെ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ ടീം മീറ്റ് നടത്തുക, നിങ്ങൾ അതിൻ്റെ മെയിൻ ലീഡറാക്കി മാറുക.
വിനോദ് സാറിന്റെ ടീം മീറ്റ് നടത്തുക. അൻസാർ ഭായിക്ക് കുറെ ടീമുണ്ടെങ്കിൽ അൻസാർ ഭായിന്റെ ടീം മീറ്റ് നടത്തുക. സുഷിതയുടെ ടീമിൽ സുഷിത ടീം മീറ്റ് ഇരുത്തുക. നിങ്ങളുടെ ഓരോ വ്യക്തികളും പേര് വിളിച്ച് നോക്കണ്ട, ഓരോ ആൾക്കാരും ചെയ്യേണ്ടത് നിങ്ങളുടേതായ ടീം മീറ്റ് അറേഞ്ച് ചെയ്യുക. ഒരു ദിവസം എൻ്റെ ടീമിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ ടീം മീറ്റ് അറേഞ്ച് ചെയ്യുക. നിങ്ങളെല്ലാം സംസാരിക്കണം. ഞാൻ ചെയ്യുന്ന അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ്. ഞാൻ എൻ്റെ ടീമിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സാറിൻ്റെ ഓർഗനൈസേഷനിൽ സൂം മീറ്റ് നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എഴുതി വെക്കും എൻ്റെ പേര്. ഇപ്പൊ 100 പേര് പങ്കെടുക്കുന്ന സൂം മീറ്റിംഗ് ആണെങ്കിൽ ഞാൻ എണ്ണുമ്പോൾ എനിക്ക് അതിൽ 70-80 പേര് എൻ്റെ ടീമിൽ ആൾക്കാരാണ്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും പേര് സാറിന്റെ ടീമിൽ ഈ 70 പേരും എൻ്റെ ടീമിൽ ആൾക്കാർ. അപ്പൊ എൻ്റെ ടീമിൽ സൂപ്പർ. ഞാനത് 75 80 വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ ഇൻഡിവിജ്വലായി ബിസിനസ്സായി മാറിയത്, എൻ്റെ ഇൻഡിവിജ്വൽ ടീമായി മാറിയത്. നിങ്ങളും നിങ്ങളുടെ അപ്ലയൻസിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മീറ്റിംഗ് പങ്കെടുക്കുന്ന ടീമിന്റെ ലീഡറായി മാറാൻ ശ്രമിക്കുക. നിങ്ങൾ എഴുതി വെക്കുക, ഈ 73 പേരുള്ള ഈ CP-യിൽ നിങ്ങൾ എത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നാളത്തെ CP-യിൽ നിങ്ങളുടെ ടീമിൽ ഒരാളുണ്ടാവാൻ ശ്രമിക്കണം. കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കയറാത്ത വ്യക്തിയോട് പറയാം എന്തുകൊണ്ടാണ് CP കയറാത്ത. വഴക്ക് പറയാനല്ല കേട്ടോ. എന്തുകൊണ്ട് കയറിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മഴയായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല, മൊബൈലിൽ ചാർജ് ഉണ്ടാവില്ല, വീട്ടിൽ വേറെ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല. ഈ CP നല്ല നല്ല ഇമ്പോർട്ടൻറ്റ് സെഷനാണ്. നിങ്ങൾ നാളെ എന്തെങ്കിലും CP പങ്കെടുക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും അവർ കയറിയിട്ടില്ലെങ്കിൽ സൂമിൽ ലിങ്ക് അയച്ചു കൊടുക്കാനും, അത് നിങ്ങൾ ആ ഒരു ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ, മീറ്റിങ്ങിലേക്കുള്ള ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ ശ്രമിക്കണം. അവിടെയും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരാൾക്കും നമ്മുടെ സൂം മീറ്റിംഗ് നടത്താനും ഓരോരാൾക്കും 100 പേരുടെ അതിൽ കൂടുതലുള്ള മീറ്റിംഗ് നടത്താൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ ഈ 72 പേരും അത് ലക്ഷ്യമാക്കി വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 72 പേർക്കും സൂം മീറ്റിംഗ് ഉണ്ടാവുന്ന ഒരു ദിവസം വരില്ലേ? ഒന്ന് ആലോചിക്കുക. ഈ 72 പേർക്കും ഒരു സൂം മീറ്റിംഗ്, അവരുടേതായ ടീം മീറ്റിംഗ്. ഞാനൊന്നും അവിടെ ഉണ്ടാവില്ല. നിങ്ങളുടെ ഓരോ ആൾക്കാരും സൂം മീറ്റിംഗ് നടക്കുന്നുണ്ടാവും. അതിൽ 100 പേര് പങ്കെടുക്കുന്ന സൂം മീറ്റിംഗ് ആയിരിക്കും. ഇങ്ങനൊരു ബിസിനസ് നമുക്ക് വരൂലേ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അൻസാർ ഭായി ലീഡറായി മാറുവാണ്. അൻസാർ ഭായിയുടെ സൂം മീറ്റിംഗ് നടക്കുകയാണ്. എന്നെ വിളിക്കാം, സാറ് അടുത്ത ആഴ്ച എൻ്റെ ടീം മീറ്റാണ് ബുധനാഴ്ച, സാർ ഒരു ഗസ്റ്റായിട്ട് വരാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറയാൻ ഇല്ല സാർ, എനിക്ക് ആലപ്പുഴയിൽ ജാസ്മിൻ്റെ ടീമിന് മീറ്റാണ് ബുധനാഴ്ച, അതിൽ അപ്പുറത്താഴ്ച ബുധനാഴ്ച ഞാൻ വരാം. അങ്ങനെ ഒരു ഡേറ്റ് എനിക്ക് തരണം. എനിക്ക് ഡേറ്റ് ഉണ്ടാവാൻ പാടില്ല. എനിക്കല്ല, നിങ്ങളുടെ അൻസാർ ഭായിയുടെ ലീഡർ ശമന ടീച്ചർ ഉണ്ടാവും, മുന്താസൊക്കെ ചിലപ്പോൾ അവർക്ക് ഇതുപോലെ കുറേ ടീം മീറ്റ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ജ്യോതിഷ് സാറിന് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ ടീം മീറ്റിൽ ഞാൻ പണ്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ജ്യോതിഷ് സാറിനെ കൊണ്ടുവരും, മനോജ് സാറിനെ കൊണ്ടുവരും, പല ലീഡേഴ്സ് കൊണ്ടുവരും. അവരുടെ ടൈം നോക്കി അവർ ഫ്രീ ആകുമ്പോഴേ കൊണ്ടുവരാൻ പറ്റും. ഇതേപോലുള്ള നിങ്ങൾ ഓരോ ആൾക്കാർക്കും നിങ്ങളുടേതായ ഫിസിക്കൽ മീറ്റിംഗ്, ടീം മീറ്റിംഗ് നടക്കണം, സൂം മീറ്റിംഗ് നടക്കണം. അതിൻ്റെ അകത്ത് നിങ്ങളായിരിക്കും മെയിൻ സ്പീക്കർ. അതിൻ്റെ അകത്തുള്ള സംസാരിക്കാൻ പറ്റുന്ന 1-2 ആൾക്കാർ കണ്ടെത്തി അവരെ കൊണ്ട് ഒരു 5 മിനിറ്റ് സംസാരിപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ MC ചെയ്യിപ്പിക്കുക. എല്ലാവരും ഇതിലുള്ള ഓരോ ലീഡേഴ്സും ചെയ്യണം. അങ്ങനെയാണ്. ചിലപ്പോൾ നിങ്ങൾ കൂടെ ഒരാളെ ഇന്നുണ്ടാവും. ഇന്ന് ഒരു രസിത അനൂപ് പുതിയ ആളാണ്, ആരും ടീമിൽ ജോയിൻ ആയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, ഈ ഒരു മാസം കൊണ്ട് ഒരു 2-3 വ്യക്തികളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ടീം മീറ്റ് നടത്താമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അപ്ലൈ ഉണ്ട്, അവരുടെ ടീം മീറ്റിൽ ഭാഗമായി മാറാൻ ശ്രമിക്കുക. കുറച്ച് മെയിനായിട്ട് ടോപ്പ് ലീഡേഴ്സിലെ ആൾക്കാർ, അറ്റ്ലീസ്റ്റ് സെഷൻ ചെയ്യും കൈവരുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ സ്വന്തമായി ടീം മീറ്റ് ചെയ്യണം. സൂം ലിങ്ക് ഉണ്ട്, ഏത് ദിവസം വേണ്ടി എന്നെ അറിയിച്ചാൽ, ഗ്രൂപ്പിൽ നിന്ന് അറിയിക്കണം, എന്നെ അറിയിക്കുക, സാറേ ഇന്ന ദിവസം എൻ്റെ ടീമിലൊന്ന് ഇരിക്കുന്നുണ്ട്, അത് സൂം ലിങ്ക് ഒന്ന് ഓപ്പൺ ആക്കി തരണം. ഞാൻ നിങ്ങൾ ഓപ്പൺ ആക്കി തരും, നിങ്ങൾ ഹോസ്റ്റ് ആക്കി തരും, ഞാൻ ലെഫ്റ്റ് ആക്കി തരും. എന്നുവെച്ചാൽ നിങ്ങളുടെ തന്നെ മെയിൻ സ്പീക്കർ നിങ്ങളായിരിക്കണം. ആദ്യത്തെ 5 മിനിറ്റ് കുറച്ചാൾക്ക് സംസാരിക്കാൻ കൊടുക്കുക. ലാസ്റ്റ് ക്ലോസിംഗ് സ്പീക്കറായിട്ട് നിങ്ങൾ അരമണിക്കൂർ നിങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ലീഡർഷിപ്പിലേക്ക് വരാൻ. ക്ലിയർ ആവുന്നുണ്ടോ? തൽക്കാലം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ, വേറെ ഒന്നുമില്ല. ഇനി രാവിലത്തെ ഈ CP-യിൽ ഞാൻ തന്നെ എല്ലാം ചെയ്തു. പറഞ്ഞോളൂ. Happy Diwali, all of you. ഓക്കെ. ഇതിൽ ഞാൻ സംസാരിക്കുന്ന കാര്യം, നമ്മളിപ്പം MC ചെയ്യാൻ രാവിലത്തെ മോർണിംഗ് CP-യിൽ MC ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും ഒരാൾ റെഡി ആയിട്ട് വരിക. കാര്യം ഇപ്പം ഞാൻ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന അവസ്ഥ വന്നിരിക്കുക. അപ്പോൾ രാവിലെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരിക. നാളത്തെ MC രാവിലത്തെ CP-യിൽ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആരാണ് നാളത്തെ സെഷൻ ചെയ്യുന്നത്, എനിക്ക് ഞാൻ MC ചെയ്തോളാം. ഇതൊക്കെ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ വോയിസ് കുറവായിരിക്കും, അല്ലെങ്കിൽ എനർജി കുറവായിരിക്കും. അത് പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ടോ? വലിയ പ്രോഗ്രാമൊക്കെ കുഴപ്പമില്ല. മെയിൻ പ്രോഗ്രാമിലൊക്കെ കുറേ ആൾക്കാർക്ക് വരുന്ന പ്രോഗ്രാം. ഇതൊക്കെ നമ്മളെ സെഷനാണ്. ഈ മോർണിംഗ് CP എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. നമുക്ക് പഠിച്ച് വളരാനുള്ള സെഷനാണ്. മുന്നേ നമ്മൾ ചെയ്തത്, നമ്മുടെ ടീമിൽ നമ്മൾ റെക്കോർഡ് സെഷൻ പ്ലേ ചെയ്യലാണ്. ഇപ്പോഴും റെക്കോർഡ് സെഷൻ പ്ലേ ചെയ്യാൻ എനിക്ക് പറ്റും, കാരണം എനിക്ക് പ്ലേ ചെയ്ത് എനിക്ക് വേണമെങ്കിൽ നമ്മൾ കറങ്ങി നടക്കാൻ പറ്റും. ഇപ്പം അങ്ങനെ നമ്മൾ ഓരോ ലീഡേഴ്സിനും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ള സെഷൻ ചെയ്യാനുള്ള അവസരം തരുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഓരോ സെഷൻ ചെയ്യുക. നിങ്ങൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്,
തുളസിയുടെ സംസാരിക്കും ആമിലായിരിക്കും. അതിൻ്റെ റൈറ്റപ്പ് നമ്മുടെ ഗ്രൂപ്പിൽ വരാറുണ്ട്. അതൊന്ന് എഴുതി വെച്ച് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് റിസൾട്ട് സന്തോഷം ഷെയർ ചെയ്യുക. അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഒരു 10 മിനിറ്റ് സെഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ്സിലേക്ക് നമ്മൾ എല്ലാവരും വരാൻ സാധിക്കും. ഓക്കെ, തൽക്കാലം ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. വിഷ് യു വെൽ. Thank you, sir. Happy Diwali. എല്ലാവർക്കും നല്ല ദീപാവലി ദിനം ആശംസിക്കുകയാണ്.